ഹായ്, എല്ലാവർക്കും നമസ്കാരം. കോട്ടയം കാർസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം. പൊതുവെ നമ്മൾ എടുത്ത് കൊടുക്കുന്ന വണ്ടികളുടെ വീഡിയോസ് ചെയ്യാറില്ലായിരുന്നു. നമ്മൾ വിൽക്കാനായിട്ട് അവൈലബിൾ ആയിട്ട് നല്ല ക്വാളിറ്റി ഉള്ള വണ്ടികൾ ഏതാണോ ഉള്ളത് അതിൻ്റെ വീഡിയോസാണ് ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ നമ്മൾ ഇനി തൊട്ട് നമ്മൾ എടുത്ത് കൊടുക്കുന്ന വണ്ടികളുടെയും പറ്റുന്ന രീതിയിൽ നമ്മൾ വീഡിയോ ഉൾപ്പെടുത്താനായിട്ടാണ് തീരുമാനിച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് നമ്മൾ കണ്ണൂരുള്ള നമ്മുടെ ഒരു കസ്റ്റമർക്ക് വേണ്ടിയിട്ട് എടുത്തു കൊടുത്ത വണ്ടിയാണ്. ഈ വണ്ടി കുറച്ച് പ്രത്യേകതകളുള്ള വണ്ടിയാണ്. ഇത് അമേരിക്കൻ എംബസിയുടെ വണ്ടിയായിരുന്നു. എംബസി ഓണർഷിപ്പിലുണ്ടായിരുന്ന വണ്ടിയാണ്. അത് പിന്നീട് നമ്മൾ എടുക്കുന്നതിന് മുമ്പായിട്ട് അവർ രജിസ്ട്രേഷൻ മാറ്റിയിട്ടുണ്ട്. സെക്കൻഡ് ഓണർഷിപ്പിലുള്ളൊരു വാഹനമാണ്. അപ്പോൾ ഈ വണ്ടിയുടെ ഡീറ്റെയിൽ ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു. അത് 2021 മാനുഫാക്ചറിങ് വണ്ടിയാണ്. ഇത് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് 2025 കാരണം എംബസി വണ്ടി ആയതുകൊണ്ട് അവർ 4 വർഷത്തെ യൂസിന് ശേഷം അവർ കൊടുക്കുന്ന സമയത്ത് വേറൊരു ഓണർഷിപ്പിലേക്ക് മാറ്റിയിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഈ വണ്ടി എടുത്തിട്ടുള്ളത്. പിന്നെ ഇതിൻ്റെ കിലോമീറ്റർ പറയുവാണെങ്കിൽ ആകെ 31,000 കിലോമീറ്റർ, 31,000 കിലോമീറ്റർ മാത്രമേ ഈ വാഹനം ഓടിയിട്ടുള്ളൂ. ഓൾ ഒറിജിനലായിട്ടുള്ള വണ്ടിയാണ്. ഒരു വിധത്തിലുള്ള റീപ്ലേസ്മെൻറ്റോ റീപെയിൻറ്റോ ഒന്നും തന്നെ ഈ വാഹനത്തിൽ വന്നിട്ടില്ല. നമ്മൾ ഒരുപാട് വാഹനങ്ങൾ ഡൽഹിയിൽ നിന്ന് എടുത്ത് നാട്ടിലേക്ക് കൊടുത്തിട്ടുണ്ടെങ്കിലും നമ്മൾ എടുത്തു കൊടുക്കുന്ന വണ്ടികളുടെ ഒന്നും വീഡിയോസ് ചെയ്യുന്നുണ്ടായില്ല. അപ്പോൾ നമുക്ക് തന്നെ തോന്നി നമ്മളുടെ വീഡിയോസിൻ്റെ നമുക്ക് ആഴ്ചയിൽ 1-2 വീഡിയോസ് ഇടണം എന്ന് തോന്നിയതുകൊണ്ടാണ് നമ്മൾ എടുത്തു കൊടുക്കുന്ന വണ്ടികളുടെയും കൂടെ വീഡിയോസ് നമ്മൾ ഉൾപ്പെടുത്തുന്നത്. മാത്രമല്ല, നമ്മൾ എടുത്തു കൊടുക്കുന്ന വണ്ടിയുടെയും ക്വാളിറ്റി എങ്ങനെ ഉണ്ടെന്ന് നിങ്ങൾ അറിയണം. പ്രത്യേകിച്ച് ഈ വാഹനം വാങ്ങിയ അദ്ദേഹം എന്നോട് ഇങ്ങോട്ട് റിക്വസ്റ്റ് ചെയ്ത് പറയത്തെ, ഒരു കാരണവശാലും നിങ്ങൾ വണ്ടി എടുത്തു കഴിഞ്ഞിട്ട് അതിന് വീഡിയോ ചെയ്യാതിരിക്കരുത്. നിങ്ങൾ എങ്ങനെയാണ് പ്രോസസ്സ് ചെയ്യുന്നത്, അല്ലെങ്കിൽ നിങ്ങൾ എടുത്തു കൊടുക്കുന്ന വണ്ടിയുടെ ക്വാളിറ്റി എങ്ങനെ ഉണ്ടെന്നും മറ്റുള്ളവർ അറിയണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പ്രജിത്ത് വീഡിയോ ചെയ്യണമെന്ന് പറഞ്ഞതിനും പ്രകാരം നമ്മൾ ഇനി മുന്നോട്ട് എടുക്കുന്ന വാഹനങ്ങളുടെ എല്ലാം വീഡിയോ നമുക്ക് പൊതുവെ എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ വണ്ടിയുടെ പേയ്മെൻറ്റ് അതിൻ്റെ മറ്റു കാര്യങ്ങളെല്ലാം ചെയ്ത് നമ്മൾ വണ്ടി ഡെലിവറി എടുത്ത് ട്രാൻസ്പോർട്ടിലേക്ക് എത്തിക്കുന്ന ആ ഒരു ടൈം ചിലപ്പോൾ മിക്കവാറും സന്ധ്യാസമയങ്ങളോ ഇരുട്ടോ ഒക്കെ ആയിപ്പോകും. അതുകൊണ്ടാണ് നമുക്ക് എടുക്കാനായിട്ട് സാധിക്കാതെ വരുന്നത്. പക്ഷേ ഇപ്രാവശ്യം തൊട്ട് നമ്മൾ മാക്സിമം അത് അവിടുന്ന് എടുക്കുന്ന സമയത്ത് തന്നെ നമ്മൾ വീഡിയോസ് എടുക്കാനായിട്ട് നോക്കുന്നുണ്ട്. അതുപോലെ ഈ വണ്ടിയുടെ മറ്റ് ഡോക്യുമെൻറ്റ്സ് കാര്യങ്ങളൊക്കെ ഞാൻ ചെക്ക് ചെയ്യുന്നതും അതിന് എന്തെല്ലാം ഡോക്യുമെൻറ്റ്സ് നമുക്ക് കിട്ടി. അമേരിക്കൻ എംബസിയുടെ ഒരുപാട് ഡോക്യുമെൻറ്റ്സും കൂടെ നമുക്ക് ഈ വാഹനത്തിൻ്റെ കൂടെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതുമൊക്കെ നമ്മൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ നമ്മൾ കൊടുക്കുന്ന വണ്ടിയുടെ ഒക്കെ ക്വാളിറ്റി ഇതാണ്. അപ്പോൾ നമുക്ക് വണ്ടിയുടെ ഫുള്ളായിട്ടുള്ള വീഡിയോ, ഇതിൻ്റെ ഇൻറ്റീരിയർ ആണ്, നമുക്ക് ഒരു രക്ഷയില്ലാത്ത ഇൻറ്റീരിയർ ആണ്. അപ്പോൾ ഇതൊക്കെ അഡീഷണൽ ആയിട്ട് അവരൊരു 3.5 ലക്ഷം രൂപയ്ക്ക് അടുത്ത് ഇൻറ്റീരിയറിൽ, അത് ഒറിജിനൽ ലെതറിൽ ചെയ്യിക്കാൻ വേണ്ടി മാത്രം. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു ഫിനിഷിങ് നിങ്ങൾക്ക് ഇൻറ്റീരിയർ കാണുമ്പോൾ മനസ്സിലാവും. അത്രയും ടോപ്പ് ക്വാളിറ്റിയിൽ ചെയ്തിരിക്കുന്ന ഒരു വണ്ടിയാണ്. അപ്പോൾ നമുക്ക് വണ്ടിയുടെ എല്ലാ ഭാഗങ്ങളും ഒന്ന് കാണാം. എപ്പോഴും വീഡിയോ ഇടുന്ന പോലെ വണ്ടിയുടെ ഫുള്ളായിട്ടുള്ള ഇൻസ്പെക്ഷൻ വീഡിയോ അല്ല, ഒരു വാക്ക് അറൗണ്ട് പോലെ എല്ലാ ഭാഗങ്ങളും ഒന്ന് കാണിച്ചു പോകുന്നുള്ളൂ. അപ്പോൾ ഇൻറ്റീരിയറിൻ്റെ ലെതറിൻ്റെ കാര്യം ഞാൻ പറഞ്ഞു. നാപ്പ ലെതർ എന്ന് പറയുന്ന ലെതർ ഇട്ട് അവർ അമേരിക്കൻ എംബസിക്കാർ അഡീഷണൽ ചെയ്യിച്ചിരിക്കുന്ന ഇൻറ്റീരിയറാണ്. ഇൻറ്റീരിയർ ഞാൻ സെപ്പറേറ്റ് നിങ്ങളെ എടുത്ത് കാണിക്കുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു സൈഡ് പറയുകയാണെങ്കിൽ സൈഡിലെങ്ങും ഡെൻറ്റുകളോ സ്ക്രാച്ചുകളോ റീപെയിൻറ്റോ ഒന്നും തന്നെ വന്നിട്ടില്ല. ഫ്രണ്ട് വിൻഷീൽഡ് തൊട്ട് ബാക്ക് ഗ്ലാസ് വരെ എല്ലാ ഗ്ലാസ്സുകളും കമ്പനി ഒറിജിനൽ അന്ന് വന്ന അതേ ഗ്ലാസ് ആണ്. ഓൾ ഒറിജിനൽ ആയിട്ടുള്ള പെയിൻ്റ് ആണ്. ഡോർപാടുകളൊക്കെ ഇൻറ്റീരിയർ ഞാൻ ഒന്ന് എടുത്ത് കാണിക്കാം. അപ്പോഴത്തേന് ഞാൻ ഡോർപാടുകളെ പറ്റിയൊക്കെ നിങ്ങൾക്ക് വ്യക്തമായിട്ട് പറഞ്ഞു തരാം. അതായത് നമ്മുടെ ഇൻറ്റീരിയറിലെ സീറ്റ് കവറിനോട് യോജിക്കുന്ന രീതിയിൽ അവർ ഇൻറ്റീരിയർ ഫുള്ളായിട്ട് ഡോർപാടുകൾ ഉൾപ്പെടെ ചേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ റൂഫ് ഞാൻ എടുത്ത് കാണിക്കാം. ഫുള്ളി ബ്ലാക്ക് ചെയ്തിരിക്കുകയാണ്. ആ ബ്ലാക്ക് ചെയ്തിട്ട് അതിനകത്ത് നമ്മുടെ റോൾസ് റോയ്സിനകത്ത് ഇൻറ്റീരിയറിൽ വരുന്ന ഒരു ഗാലക്സി ടൈപ്പ് ആംബിയൻസ് ലൈറ്റ് വരുമല്ലോ, അതാണ് ഇതിൻ്റെ റൂഫിൽ ചെയ്തിട്ടുള്ളത്. പിന്നെ അഡീഷണൽ ഒരു മ്യൂസിക് സിസ്റ്റവും കാര്യങ്ങളും ഒക്കെ അവർ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ സബ് വൂഫർ കാര്യങ്ങളൊക്കെ ഇതിനകത്തുണ്ട്. എല്ലാ സാധനങ്ങളും ഉൾപ്പെടെയാണ് നമുക്ക് ഈ വാഹനം തന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഈ ഡോർ ഒന്ന് തുറന്ന് കാണിക്കാം. ഇപ്പം നിങ്ങൾ ഈ ഡോർപാഡിലേക്ക് വരുമ്പോഴത്തേന് നിങ്ങൾക്ക് കാണാം, ഇതാണ് നമ്മളെ പറഞ്ഞ നാപ്പ ലെതറിൽ ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെയൊക്കെ ഒരു ഫിനിഷിങ് നിങ്ങൾ കണ്ടോ, ഈ സ്റ്റിച്ചിങ് ഒക്കെ എന്ത് ക്ലീൻ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഇതേ കളറിനോട് ചേർന്ന് നിൽക്കുന്ന രീതിയിൽ ഇവർ ഡോർപാടുകളുടെ ഒക്കെ ഒരു കളറ് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ പുറകിലത്തെ ഡോർ തുറക്കാം. എന്നാലും ഞാൻ ഒന്നും കൂടെ എടുത്ത് പറയണം, നമ്മളിതിൻ്റെ പില്ലറുകളുടെ ഭാഗം അങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ എടുത്ത് കാണിക്കാത്തത്. നമ്മളിത് ഓൾറെഡി പർച്ചേസ് ചെയ്ത് നമ്മൾ ട്രാൻസ്പോർട്ടിലോട്ട് കൊടുക്കാൻ പോകുന്ന വഴിക്കാണ് ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ അത്രയും ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ നമ്മൾ കൊടുക്കാനുള്ള വണ്ടികളിൽ ചെയ്തത് നമ്മുടെ ചാനലിലുണ്ട്. അതുകൊണ്ടാണ് ഇപ്പോൾ ഈ വണ്ടിയുടെ ഒരു ക്വാളിറ്റി കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത്. പുറകിലത്തെ ഡോർപാഡിലേക്ക് വന്നാലും നിങ്ങൾക്ക് ആ ലെതർ ഫിനിഷ് കാര്യങ്ങളൊക്കെ ക്ലിയർ ആയിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. ഇതിന് ചേരുന്ന ടൈപ്പിലുള്ള ഒരു ഫ്ലോർ മാറ്റുമാണ് ഇവർ ഇതിനകത്ത് ചെയ്തിട്ടുള്ളത്. ഇനി നമ്മൾ ഇതിൻ്റെ ഡിക്കിയുടെ ഭാഗത്തേക്ക് വരുവാണെങ്കിൽ ഇവിടെ എങ്ങും യാതൊരു വിധത്തിലുള്ള റീപെയിൻറ്റോ ഒരു ഡെൻറ്റോ കാര്യങ്ങളോ ഒന്നും വന്നിട്ടില്ല. ടെയിൽ ലൈറ്റിലൊന്നും യാതൊരു വിധത്തിലുള്ള ഡാമേജുകളും സംഭവിച്ചിട്ടില്ല. അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ ബൂട്ട് തുറന്നൊന്ന് കാണാം.
ഇതിന്റെ ഉൾവശത്തേക്ക് വരുമ്പോഴത്തേന് ഇവിടുത്തെ പഞ്ചിങ് മാർക്കുകളൊക്കെ നമുക്ക് ക്ലിയർ ആയിട്ട് കാണാം. ഇതെല്ലാം നമ്മൾ ചെക്ക് ചെയ്തിട്ടാണ് വണ്ടി എടുത്തത്. ഇത് അഡീഷണൽ ആയിട്ട് അവർ ചെയ്തിരിക്കുന്ന ഒരു സബ് വൂഫർ ഒക്കെ ഇതിനകത്ത് ചെയ്തിട്ടുണ്ട്. ഈ പുറകിലത്തെ ആണെങ്കിലും എല്ലാ ഭാഗങ്ങളും ഈ ഇതിന്റെ ഇന്റീരിയറിലെ ലെതറിന് മാച്ച് ചെയ്യുന്ന രീതിയിലുള്ള കളർ ടോണിലോട്ട് ഇവർ ചേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇനി നമുക്ക് ഇതിന്റെ അടുത്ത വശത്തേക്ക് പോകാം. ഇനി നമുക്ക് ഇതിന്റെ ഈ ഒരു വശം മൊത്തത്തിൽ ഞാൻ പറഞ്ഞു പോകാം. ഈ ഒരു ക്വാർട്ടർ പാനൽ തൊട്ട് ഈ ഫ്രണ്ടിലത്തെ ഫെൻഡർ വരെ യാതൊരു വിധത്തിലുള്ള റീപെയിന്റും വന്നിട്ടില്ല. ഡെന്റുകളോ സ്ക്രാച്ചുകളോ ഒന്നുമില്ല. പിന്നെ നമുക്ക് എന്തെങ്കിലും ഒരു കുറ്റം പറഞ്ഞാൽ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കുറവ് പറയണത് ഇവിടെ 2 കല്ലടിച്ച പോലെ കുഞ്ഞ് 2 പാടുണ്ട്. ഇതൊക്കെ ഞാൻ പറഞ്ഞാലേ നിങ്ങൾ അറിയത്തുള്ളൂ. ഈ ഡോറിന്റെ ഉൾവശം ഞാനൊന്ന് കാണിക്കാം. ഇതും നല്ല ക്ലീൻ കണ്ടീഷനിൽ അവർ ലെതർ ഫിനിഷിൽ തന്നെ ചെയ്തിട്ടുണ്ട്. ഈ ലെതർ സീറ്റിനോട് ഒരു മാച്ചിങ് ആയിട്ടുള്ള കളർ പാറ്റേണാണ് എല്ലാ ഡോറിലും കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇനി നമുക്ക് ഫ്രണ്ട് ഡോർ കാണാം. ഫ്രണ്ട് ഡോറിന്റെ ഉൾവശത്തേക്ക് വരുമ്പോഴത്തേന് ഇവിടുത്തെയും നമുക്ക് പഞ്ചിങ് എല്ലാം നമ്മൾ ചെക്ക് ചെയ്തതാണ്. ഡോർപാഡ് സ്വിച്ചുകൾ ഒക്കെ നല്ല ക്ലീൻ കണ്ടീഷനിലാണ് ഇരിക്കുന്നത്. ഇനി നമുക്ക് ജസ്റ്റ് ഇതിന്റെ ഫ്രണ്ട് വശത്തേക്ക് പോയിട്ട് നമുക്ക് എഞ്ചിൻ റൂം തുറന്ന് ബോണറ്റ് കാര്യങ്ങളൊക്കെ ഒന്ന് കാണാം. അപ്പോൾ ഇനി ഫ്രണ്ട് വശത്തേക്ക് വരുവാണെങ്കിൽ ബോണറ്റിലൊന്നും യാതൊരു വിധത്തിലുള്ള ഡെന്റുകളോ സ്ക്രാച്ചുകളോ റീപെയിന്റോ ഒന്നും വന്നിട്ടില്ല. ഈ ഒരു ഫോർച്യൂണറിന്റെ ബാഡ്ജിങ് ഇവർ അഡീഷണൽ ആയിട്ട് ഇത് ചെയ്തിട്ടുണ്ട്. ഹെഡ്ലൈറ്റ്സ് ഒക്കെ ആണെങ്കിലും യാതൊരു വിധത്തിലുള്ള ഡാമേജുകൾ സംഭവിച്ചിട്ടില്ല. ഓട്ടോമാറ്റിക്കലി വർക്ക് ചെയ്യുന്നതാണ്. അപ്പോൾ അതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഇനി ഞാൻ ഈ ബോണറ്റ് തുറന്നിട്ട് ബോണറ്റിന്റെ ഉൾവശം കാണിക്കാം, എഞ്ചിൻ റൂം കാണിക്കാം, വണ്ടി സ്റ്റാർട്ട് ചെയ്ത് അതിന്റെ സൗണ്ട് ഒന്ന് കേൾക്കാം. ഇവിടെ അസാധ്യ ചൂടാണ്. ഇപ്പോഴത്തെ ടെമ്പറേച്ചർ 42 ഡിഗ്രിയാണ്. ഇപ്പം നമ്മൾ നോക്കുമ്പോഴത്തേന് വെയിലൊന്നും ഇല്ലെങ്കിലും നല്ല ചൂടാണ്. അപ്പോൾ പെട്ടെന്ന് ഈ ഒരു ഭാഗമൊക്കെ നമുക്ക് കണ്ടുപോകാം. ഇവിടെ എങ്ങും വയറിങ്ങിലൊക്കെ നല്ല ക്ലീൻ കണ്ടീഷനിൽ ഇരിക്കുന്നതാണ്. യാതൊരു വിധത്തിലുള്ള വർക്കുകളും ചെയ്തിട്ടില്ല. ഇവിടെ നമുക്ക് കമ്പനിയുടെ ഒറിജിനൽ പഞ്ചിങ് മാർക്കുകൾ കാണാൻ സാധിക്കുന്നുണ്ട്. ഇങ്ങേ വശത്തേക്ക് വരുമ്പോഴത്തേന് ബോണറ്റിൻ്റെ ഈ ഒരു ഭാഗത്ത് ടൊയോട്ടയുടെ കമ്പനിയുടെ ഒറിജിനൽ ബാഡ്ജിങ് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പം നമുക്ക് ഇതിന് സ്റ്റാർട്ട് ചെയ്തിട്ട് ഇതിൻ്റെ സൗണ്ട് ഒന്ന് കേൾക്കാം. അപ്പോൾ ഈ വണ്ടിയെ പറ്റി പ്രത്യേകിച്ച് ഒന്നും പറയേണ്ട കാര്യമില്ല. കാരണം നല്ലൊരു ആള് യൂസ് ചെയ്തുകൊണ്ടിരുന്നതാണ്. ഒരു അമേരിക്കൻ എംബസി ഓൺഡ് വണ്ടിയാണ്. അപ്പം ആകെ 31,000 കിലോമീറ്റർ മാത്രമാണ് ഓടിയിരിക്കുന്നത്. റെഗുലർ സർവീസിൽ പോയിരിക്കുന്നതാണ്. BS6 വണ്ടിയാണ്. അപ്പോൾ ഇനി കൂടുതൽ ഞാനൊന്നും പറയണ്ടല്ലോ. ഈ വണ്ടിയുടെ സൗണ്ട് കേൾക്കുമ്പോൾ തന്നെ എല്ലാവർക്കും അറിയാം ഇതിപ്പോഴും ഒരു പുതിയ വണ്ടി ഓടിക്കുന്ന അതേ കണ്ടീഷനിൽ തന്നെയാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇനി നമുക്ക് ഇതിന്റെ ഹൈലൈറ്റ് ആയിട്ടുള്ള ഇന്റീരിയറിലേക്ക് പോവാം. ഇനി നമ്മൾ ഇതിന്റെ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ടുള്ള ഇതിന്റെ ഇന്റീരിയറിലേക്കാണ് വരുന്നത്. ഇപ്പോൾ നമ്മൾ ഡാഷ്ബോർഡിലേക്ക് വരുവാണെങ്കിൽ ഡാഷ്ബോർഡിന്റെ മുകൾവശമൊക്കെ ഈ ഒരു സെയിം കളർ പാറ്റേണിലേക്ക് ഇവർ മാറ്റിയിട്ടുണ്ട്. ഈ ഒരു ഭാഗമൊക്കെ വരുന്നത് നമുക്ക് ഈ സ്റ്റോറേജ് സ്പേസിന്റെ ഒക്കെ ഭാഗങ്ങളൊക്കെ നാപ്പ ലെതറിൽ തന്നെ അവർ ചെയ്തിട്ടുണ്ട്. അതിന്റെ ആ സ്റ്റിച്ചിങ്ങിന്റെയും ആ ലെതറിന്റെ ഒക്കെ ക്വാളിറ്റി നമുക്ക് ഈ ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് എത്രത്തോളം മനസ്സിലാവുമെന്ന് എനിക്കറിയത്തില്ല. ഈ നമ്മുടെ ഗിയർ നോബ് പോലും അവർ ആ ലെതർ വെച്ച് ഫിനിഷിങ്ങിലേക്ക് മാറ്റിയിട്ടുണ്ട്. അതുപോലെ നമ്മുടെ ഹാൻഡ് ബ്രേക്ക് ഉൾപ്പെടെ ആ ഒരു ഭാഗം ഒക്കെ അവർ ആ ഒരു ഫിനിഷിലേക്ക് മാറ്റിയിട്ടുണ്ട്. സ്റ്റിയറിങ്ങിലേക്ക് വരുമ്പോൾ അതും സ്റ്റിയറിങ്ങിൻ്റെയും ഫിനിഷിങ് നോക്കുക. ആ ലെതറിൻ്റെ ഒരു ക്വാളിറ്റി നമുക്ക് ഇതിലും മനസ്സിലാവും. ഫുള്ള് ലെതർ ഫിനിഷിലാണ് ഇത് വന്നിട്ടുള്ളത്. ആ ഒരു കളറിനോട് മാച്ച് ചെയ്യുന്ന രീതിയിലുള്ള ഇൻറ്റീരിയറും അവർ ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ സീറ്റിലേക്ക് വരാം. ഇതാണ് ഇതിൻ്റെ സീറ്റിൻ്റെ ഒരു ക്വാളിറ്റി വരുന്നത്. ലെതർ സീറ്റുകൾ ഒറിജിനൽ ലെതറിൽ ചെയ്തിരിക്കുന്നതാണിത്. ഇത് അവർ അമേരിക്കൻ എംബസിക്കാർ അവരുടെ ഇഷ്ടത്തിന് അവരത് അഡീഷണലി ചെയ്യിച്ചതാണ്. നല്ല ഹൈ ക്വാളിറ്റി ലെതറിൽ തന്നെയാണ് ഇത് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെയൊക്കെ ഒരു ഫിനിഷിങ് ഉണ്ടാവും. സ്റ്റിച്ചിങ് ഒക്കെ നമുക്ക് കാണുമ്പോഴത്തേന് കൊതി വരും. 2 സൈഡും ഇലക്ട്രിക്കലി അഡ്ജസ്റ്റ് ചെയ്യാവുന്ന സീറ്റാണ് വരുന്നത്. അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ പുറകെ നിര സീറ്റുകളൊന്ന് കാണാം. പുറകിലത്തെ നിര സീറ്റുകൾ നിങ്ങൾക്ക് കാണുമ്പോൾ അറിയാം. അതും ആ സെയിം ക്വാളിറ്റി ഉള്ള ലെതറിൽ നല്ല വൃത്തിക്ക് ചെയ്തിട്ടുണ്ട്. നല്ല ക്ലീൻ കണ്ടീഷനിലാണ് ഇരിക്കുന്നത്. ഏറ്റവും പുറകിലത്തെ നിര സീറ്റുകളും അതേ മെറ്റീരിയലിൽ അതേ ക്വാളിറ്റിയിൽ ചെയ്തിട്ടുണ്ട്. റൂഫിൻ്റെ ഭാഗത്തേക്ക് വരുമ്പോൾ ഫുള്ളി ബ്ലാക്ക് ചെയ്തിരിക്കുകയാണ്. ഇതിനകത്ത് നമുക്ക് റോൾസ് റോയ്സിൽ വരുന്ന പോലത്തെ ഒരു ഗാലക്സി ടൈപ്പ് ആംബിയൻസ് ലൈറ്റ് ഈ റൂഫിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. അത് നമുക്ക് രാത്രി ഇരുട്ടാണെങ്കിൽ മാത്രമേ കാണത്തുള്ളൂ. ഈ മിററിൻ്റെ, അതായത് നമുക്കിവിടെ ഒരു ചെറിയ മിറർ കാര്യങ്ങൾ അല്ലെങ്കിൽ വെയിലടിക്കുമ്പോൾ താത്തു വെക്കുന്ന ആ ഒരു പോർഷനിലൊക്കെ അവർ മൊത്തത്തിൽ ബ്ലാക്ക് ചെയ്തിരിക്കുകയാണ്. ഇതിൻ്റെ ഓട് സാമ്യമുള്ള അതേ കളർ ടോണിൽ ഇവർ ഫുള്ളി ഇത് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. അപ്പം ഇതാണ് ഇതിൻ്റെ ഇൻറ്റീരിയറിൻ്റെ വിശേഷം. അത്യാവശ്യം നല്ല കോസ്റ്റ്ലി ആയിട്ടുള്ള മെറ്റീരിയൽ ഇട്ട് ചെയ്തിരിക്കുന്ന ഒരു ഇൻറ്റീരിയറാണ് ഈ വാഹനത്തിൽ വന്നിട്ടുള്ളത്.
അപ്പോൾ നിങ്ങളെല്ലാവരും വണ്ടി കണ്ടല്ലോ. ഇത്രയും ക്വാളിറ്റി ഉള്ള വണ്ടി ഞാൻ ഒരു അടുത്ത കാലത്തെങ്ങും കണ്ടിട്ടില്ല. ഇതുപോലത്തെ ക്വാളിറ്റി ഉള്ള വണ്ടികൾ മാത്രമാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ പർച്ചേസ് ചെയ്യുന്ന വണ്ടികളുടെ വീഡിയോസ് നമ്മളിപ്പോഴാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. നമ്മൾ എടുത്തുകൊണ്ട് വരുന്ന വണ്ടികളുടെ എല്ലാം, അല്ലെങ്കിൽ എടുത്തു കൊടുക്കുന്ന വണ്ടികളുടെ എല്ലാം വീഡിയോസ് നമുക്ക് ചെയ്യാൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. അല്ലെങ്കിൽ ഞാൻ പൊതുവെ അത് ചെയ്യാറില്ലായിരുന്നു. പക്ഷെങ്കിൽ അതും കൂടെ ചെയ്താലേ ഉള്ളൂ നമുക്കൊരു പൂർണ്ണതയിലേക്ക് എത്തുള്ളൂ എന്ന് തോന്നി. കാരണം നമ്മൾ വണ്ടികൾ കൊടുക്കുന്ന വണ്ടികളുടെ ഡീറ്റെയിൽസ് എല്ലാം നമ്മൾ വിൽക്കുന്ന വാഹനങ്ങളുടെയൊക്കെ നമ്മുടെ വാട്സപ്പ് കമ്മ്യൂണിറ്റി ചാറ്റ് ഗ്രൂപ്പിൽ മാത്രമേ നമ്മൾ പോസ്റ്റ് ചെയ്യാറുള്ളൂ. അപ്പോൾ ഈ വണ്ടിയുടെ ക്വാളിറ്റി നിങ്ങൾ കണ്ടല്ലോ. ഇതിൻ്റെ ഡോക്യുമെൻറ്റ്സ് എന്തൊക്കെ നമുക്ക് കിട്ടിയെന്നുള്ളത് നമുക്കിനി കാണാം. ഡോക്യുമെൻറ്റ്സ് ഒന്ന് കാണിക്കാം. വളരെ പ്രത്യേകതയുള്ള ഡോക്യുമെൻറ്റ്സ് ആണ്, അല്ലെങ്കിൽ വളരെ പ്രത്യേകതയുള്ള വണ്ടിയാണ്. നമ്മളിപ്പോൾ ആദ്യം പറഞ്ഞല്ലോ, ഇതൊരു അമേരിക്കൻ എംബസിയുടെ വണ്ടിയാണ്. അപ്പോൾ അതിൻ്റേതായ എല്ലാ ഡോക്യുമെൻറ്റ്സും നമ്മുടെ കയ്യിൽ തന്നിട്ടുണ്ട്. ആക്ച്വലി ഇത് സെക്കൻഡ് ഓണർഷിപ്പിലോട്ട് മാറിയിട്ടുണ്ട്. കാരണം എംബസിയിൽ നിന്ന് നമുക്ക് ഡയറക്റ്റ് എടുക്കുക ഇച്ചിരി പാടാണ്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഫയൽസ് എന്ന് ഞാൻ കാണിക്കുക. ഇത് സെക്കൻഡ് കീ ആണ്, അൺയൂസ്ഡ് ആയിട്ടുള്ളതാണ്. ഇത് വണ്ടിയുടെ ഒറിജിനൽ RC. ഇതൊന്നും ഞാൻ അടുത്ത് കാണിക്കാത്തത് ഇത് അതിൻ്റെ ആവശ്യമില്ലല്ലോ. മാത്രമല്ല ചിലപ്പോൾ ചില പ്രശ്നങ്ങളൊക്കെ വരാനായിട്ട് സാധ്യതയുണ്ട്. കോപ്പിറൈറ്റ് പോലുള്ള പ്രശ്നങ്ങൾ വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ഇതിൻ്റെ ഒറിജിനൽ RC. നമുക്ക് NOCക്ക് ആവശ്യമായിട്ടുള്ള ഡോക്യുമെൻറ്റ്സ് ഒക്കെ നമ്മൾ മാറ്റിയിട്ടുണ്ട്. ഇതിൻ്റെ ടയർ വാങ്ങിയതിൻ്റെ ബില്ല്, പിന്നെ ഇതിപ്പോൾ നമ്മൾ പർച്ചേസ് ചെയ്തതിൻ്റെ റെസിപ്റ്റാണ്. വണ്ടി നമ്മൾ എടുത്തതിൻ്റെ പർച്ചേസ് റെസിപ്റ്റാണ്. ഓരോന്നോരോന്ന് ഞാൻ കാണിച്ചു പോകാം. ഇത് നമുക്ക് നാട്ടിൽ രജിസ്ട്രേഷൻ ആവശ്യമായിട്ടുള്ള ഫോം 29, 30 2 കോപ്പി, പിന്നെ ഇൻഷുറൻസിൻ്റെ ട്രാൻസ്ഫർ ഫോം, പിന്നെ അഫിഡവിറ്റ്. ഇതൊക്കെ നമുക്ക് നാട്ടിൽ രജിസ്ട്രേഷൻ ആവശ്യമായിട്ടുള്ള സാധനമാണ്. പിന്നെ ഈ ഇരിക്കുന്ന ഡോക്യുമെൻറ്റ്സ് ഒക്കെ നമുക്കൊന്ന് പറഞ്ഞു പോകാം. ഇത് ഇൻഷുറൻസ്, ഇത് ഫുൾ കവർ ഇൻഷുറൻസ് ആണ്. ഇത് നമുക്ക് വാലിഡ് ആയിട്ടുള്ളത് ഒക്ടോബർ 2026 വരെ വാലിഡ് ആയിട്ടുണ്ട്. അപ്പോൾ അത് ഇവിടെ വച്ചിട്ടുണ്ട്. പിന്നെ ഇത് പൊല്യൂഷന്, പിന്നെ ഇത് നമ്മളെ വണ്ടി പർച്ചേസ് ചെയ്തപ്പോൾ ഉള്ള ഇൻവോയ്സ് ആണിത്. ഇത് പിന്നെ ഇപ്പോഴത്തെ ഓണറുടെ ആധാർ കാർഡിൻ്റെയും പാൻ കാർഡിൻ്റെയും കോപ്പി. ഇതൊന്നും ഞാൻ അത്ര എടുത്ത് കാണിക്കുന്നില്ല. ഇത് അവർ മേടിച്ച സമയത്ത് ഉള്ള HSRP നമ്പർ പ്ലേറ്റിന് അടച്ച ബില്ലിൻ്റെ റെസിപ്റ്റാണ്. ഇത് അമേരിക്കൻ എംബസിയിൽ നിന്ന് വണ്ടി ഡെലിവറി, അതായത് നമ്മൾ രണ്ടാമത്തെ ഓണറിലേക്ക് ട്രാൻസ്ഫർ ആയ സമയത്തുള്ള ഫോം 29 ആണ്. അപ്പോൾ ഇതിൽ കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ട് അമേരിക്കൻ എംബസി എന്നുള്ളത്. പിന്നെ അതിൻ്റെ ഫോം 30 ആണ്. ഇതൊക്കെ നമുക്ക് നാട്ടിൽ ആവശ്യമില്ല, എന്നാലും നമ്മൾ പ്രീവിയസ് ഓണറുടെ ഒരു റെക്കോർഡും കൂടെ നമ്മൾ വെച്ചിരിക്കുന്നത്. ഇത് ഇവിടെ ഡൽഹി ട്രാൻസ്പോർട്ട് ഡിപ്പാർട്ട്മെൻറ്റിൽ ഇവർ രണ്ടാമത് വണ്ടി രജിസ്റ്റർ ചെയ്തപ്പോൾ അറിയാമല്ലോ, എംബസി വണ്ടികളാകുമ്പോഴത്തേന് അതിനാദ്യം രജിസ്ട്രേഷൻ ഉണ്ടാകത്തില്ല. ഈ വണ്ടി 2021 മാനുഫാക്ചറിങ് ആണെങ്കിൽ 2025 രജിസ്ട്രേഷനാണ്. അന്നേരം ടാക്സ് അടച്ചേക്കുന്നതിൻ്റെ റെസിപ്റ്റ്. പിന്നെ ഇത് വണ്ടിയുടെ റോഡ് സൈഡ് അസിസ്റ്റൻറ്റ്. അതായത് നമുക്ക് ഇപ്പോഴും ഈ വണ്ടി ടൊയോട്ടയുടെ അണ്ടർ വാറണ്ടിയിലുണ്ട്. വണ്ടിയുടെ റോഡ് സൈഡ് അസിസ്റ്റന്റിന് വേണ്ടിയിട്ടുള്ള വേറെ ഒരു പോളിസിയും കൂടി ഇവർ എടുത്തിട്ടുണ്ട്, അലയൻസ് പാർട്ട്ണർ എന്ന് പറഞ്ഞിട്ട്. അത് ഈ വർഷം ഒക്ടോബർ വരെ അതും വാലിഡ് ആണ്. അതിൻ്റെ ഡോക്യുമെൻറ്റ്സ് ആണ് ഇത്. ഇനിയുള്ള ഡോക്യുമെൻറ്റ്സ് എന്ന് പറഞ്ഞാൽ ഇത് അവിടുത്തെ സർവീസ് ചെയ്തതിൻ്റെയൊക്കെ ബില്ല് കാര്യങ്ങളൊക്കെയാണ് ഈ വന്നിരിക്കുന്നത്. ഇതും ടൊയോട്ടയുടെ ഒരു ബില്ലാണ്, ഫോം 29 എന്ന് പറഞ്ഞിട്ട്. ഇത് ഞാൻ ഇത്തിരി അകത്തിയാണ് കാണിക്കുന്നത്. ഇതിനകത്ത് നമുക്ക് കൃത്യമായിട്ട് കാണാം, ഇത് എംബസിയിൽ നിന്ന് ഇപ്പോഴത്തെ ഓണറിലേക്ക് ട്രാൻസ്ഫർ ചെയ്തപ്പോൾ അവിടുന്ന് എംബസിയിൽ നിന്ന് കൊടുത്തിരിക്കുന്ന, ഇത് മിനിസ്ട്രി ഓഫ് എക്സ്റ്റേണൽ അഫയേഴ്സ് എന്ന് പറയുന്ന വിദേശകാര്യ മന്ത്രാലയത്തിൽ നിന്ന് കൊടുത്തിരിക്കുന്ന ഡോക്യുമെൻറ്റ്സ് ആണ് ഇതെല്ലാം. ഇതൊന്നും ഞാൻ അടുത്ത് കാണിക്കാത്തത് ഇനി വേറെ എന്തെങ്കിലും നിയമപ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞാൽ പ്രശ്നമാകാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതെല്ലാം കറക്റ്റായിട്ട് അവരിത് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ എല്ലാ ഡോക്യുമെൻറ്റ്സും നമ്മുടെ കയ്യിലുണ്ട്. ഇത് ഈ വണ്ടി എടുത്ത ടൈമിൽ ഒരു 2024-25 ആ ഒരു ടൈമിൽ അവർ അമേരിക്കയിൽ നിന്ന് അഡീഷണൽ ആയിട്ട് ഇതിനൊരു ഇൻഷുറൻസ് ചെയ്തിട്ടുണ്ട് എംബസി ത്രൂവിൽ. അപ്പം അതിനകത്ത് ഒരുപാട് നമ്മൾ ഇവിടുത്തെ ഇൻഷുറൻസിൽ കിട്ടുന്നില്ലാത്ത കുറേയധികം ആനുകൂല്യങ്ങളൊക്കെ ഇതിനകത്ത് US-ന്റെ ഇതാണ് വന്നിരിക്കുന്നത്. ക്ലെയിം കാര്യങ്ങളൊക്കെ നമുക്കിത് ബയോളജിക്കൽ ഓർ കെമിക്കൽ മെറ്റീരിയൽ എക്സ്ക്ലൂഷൻ, അല്ലെങ്കിൽ വാർ ടെററിഷൻ എക്സ്പ്ലോഷൻ, പിന്നെ ന്യൂക്ലിയർ, അങ്ങനെയുള്ള എല്ലാ കാറ്റഗറിയിലുള്ള ആക്രമണങ്ങൾ, അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളെയൊക്കെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു ഇൻഷുറൻസും കൂടെ അവർ അമേരിക്കയിൽ നിന്നും ഈ വണ്ടിക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത്രയും ഡോക്യുമെൻറ്റ്സ് ആണ് നമ്മളിപ്പോൾ ഇവിടുന്ന് കളക്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മളുടെ കയ്യിൽ നിന്ന് വണ്ടി
എടുക്കുമ്പോഴത്തേനും നിങ്ങൾക്ക് ലഭിക്കുക ഏറ്റവും ഹൈ ക്വാളിറ്റി ഉള്ള വാഹനങ്ങൾ മാത്രം തിരഞ്ഞു പിടിച്ച് നമ്മൾ ചെയ്യുന്നുള്ളൂ. അപ്പം ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇതിനകത്ത് നമ്മൾ ഓൾമോസ്റ്റ് എല്ലാ ഭാഗങ്ങളും കവർ ചെയ്തിട്ടുണ്ട്. വണ്ടി നിങ്ങൾ ആദ്യമേ കണ്ടല്ലോ, വണ്ടി അസാധ്യ വണ്ടിയാണ്. ഇത്രയും നാളത്തെ ഒരു എക്സ്പീരിയൻസിൽ ഞാൻ ഇത്രയും ക്വാളിറ്റി ഉള്ള ഒരു വണ്ടി അല്ലെങ്കിൽ ഒരു എംബസി വണ്ടി ഇത്രയും ക്വാളിറ്റിയിൽ നമ്മൾ കാണുന്നത് തന്നെ ആദ്യമായിട്ടാണ്. അപ്പോൾ ഇനി ഞാൻ ഈ വണ്ടിയുടെ ഡീറ്റെയിൽസ് ഒന്നും കൂടെ നിങ്ങളുടെ അറിവിലേക്ക് പറയാം. ഇത് 2021 മാനുഫാക്ചറിങ്, 2025 രജിസ്ട്രേഷൻ, അതായത് കഴിഞ്ഞ വർഷമാണ് ഇത് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് ലാസ്റ്റിൽ. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് അമേരിക്കൻ എംബസിയുടെ വണ്ടിയായിരുന്നു. അവിടുന്ന് അത് അവർ വിൽക്കുന്ന സമയത്ത് നമ്മളൊരു നെയിം ട്രാൻസ്ഫർ ചെയ്യാതെ അവർ വണ്ടി കൊടുക്കത്തില്ല. അപ്പോൾ അതുകൊണ്ടാണ് അതങ്ങനെ ചെയ്തിട്ട് നമ്മളിപ്പോൾ ഈ വണ്ടി പർച്ചേസ് ചെയ്തിരിക്കുന്നത്. ഇതാകെ ഓടിയിരിക്കുന്നത് 31,000 കിലോമീറ്റർ മാത്രമാണ്. വിത്ത് പ്രോപ്പർ കമ്പനി സർവീസ് റെക്കോർഡ്, യാതൊരു വിധത്തിലുള്ള റീപ്ലേസ്മെൻറ്റോ റീപെയിൻറ്റോ വന്നിട്ടില്ലാത്ത 4x2 ഓട്ടോമാറ്റിക് വേരിയൻറ്റിലുള്ള ഒരു വാഹനമാണ്. അപ്പോൾ ഈ വാഹനത്തിന് ഇവർ ആസ്ക് ചെയ്തിരുന്ന റേറ്റ് എന്ന് പറയുന്നത് 33 ലക്ഷം രൂപയാണ്. ഞാൻ ഈ ആസ്ക് ചെയ്യുന്ന റേറ്റ് മാത്രമേ പറയുന്നുള്ളൂ, നമ്മൾ പർച്ചേസ് ചെയ്ത റേറ്റ് നമ്മൾ പറയുന്നില്ല. കാരണം അത് നമ്മുടെ എടുത്ത ആൾക്കൊരു ബുദ്ധിമുട്ടാകണ്ട എന്നോർത്തിട്ടാണ്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഡൽഹിയിൽ നിന്ന് ഇതുപോലത്തെ ഹൈ ക്വാളിറ്റി വാഹനങ്ങൾ സ്വന്തമാക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കോട്ടയം കാർസിൻ്റെ താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ നമ്മളെ കോൺടാക്ട് ചെയ്യുക. അതുപോലെ നമ്മുടെ വാട്സപ്പ് കമ്മ്യൂണിറ്റി ചാറ്റ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വരുന്ന എല്ലാ ഹൈ ക്വാളിറ്റി വാഹനങ്ങളുടെയും ഡീറ്റെയിൽസും ഫോട്ടോസും ആദ്യം നമ്മുടെ ചാറ്റ് ഗ്രൂപ്പിലാണ് വരിക. അപ്പോൾ ആ ഗ്രൂപ്പിൽ അംഗമാകാൻ താല്പര്യമുള്ളവർ ആ ലിങ്ക് ഉപയോഗിച്ച് നമ്മുടെ വാട്സപ്പ് കമ്മ്യൂണിറ്റി ചാറ്റ് ഗ്രൂപ്പിൽ അംഗങ്ങളാകാവുന്നതാണ്. അതുപോലെ നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. നിങ്ങളുടെ ബന്ധുക്കൾക്കോ സുഹൃത്തുക്കൾക്കോ ആർക്കെങ്കിലും ഡൽഹിയിൽ നിന്ന് ഒരു വാഹനം സ്വന്തമാക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങളെപ്പറ്റി നിങ്ങൾ അവരോടൊന്ന് പറയുക. അതുപോലെ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിലെയും ഫേസ്ബുക്കിലെയും പേജുകൾ ഫോളോ ചെയ്യും. അതുപോലെ മിക്കവാറും ആളുകൾ വിളിച്ചിട്ട് നമുക്ക് വണ്ടിക്ക് ലോൺ കിട്ടുമോ എന്ന് ചോദിക്കാറുണ്ട്. നമ്മുടെ മിക്കവാറും ചില വണ്ടികൾക്കൊക്കെ ലോൺ നമ്മൾ ഇവിടുന്ന് തന്നെ ഡൽഹിയിൽ നിന്ന് തന്നെ ചെയ്തു കൊടുക്കുന്നുണ്ട്. അങ്ങനെയുള്ള വാഹനങ്ങളുടെ വീഡിയോയിലും നമ്മുടെ ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്യുമ്പോഴും നമ്മൾ പ്രത്യേകം അതിന് ലോൺ ലഭ്യമാണെന്നുള്ള കാര്യം എടുത്ത് പറയാറുണ്ട്. അപ്പോൾ അങ്ങനെ വണ്ടി എടുക്കാൻ ആഗ്രഹമുള്ളവർ തീർച്ചയായിട്ടും നമ്മളെ താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ വിളിക്കുക. അപ്പോൾ കിടിലിനൊരു വാഹനത്തിൻ്റെ വിശേഷമായിട്ട് വീണ്ടും കാണുന്നവരേക്കും എല്ലാവർക്കും ബൈ.